വല്ലാത്ത മഹത്വമുള്ള അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ ഒരു മാസത്തിലാണ്. നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡുകളും ഈ നിമിഷങ്ങളും അല്ലാഹു തആല വളരെയേറെ ബഹുമാനിച്ചതും വളരെയേറെ ആദരിച്ചതും വളരെയേറെ മഹത്വം കൽപ്പിച്ചതുമായ ദിവസങ്ങളിൽപ്പെട്ട സമയത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധമായ റമദാൻ മാസത്തെക്കുറിച്ച് നമുക്കറിയാം. റമദാൻ മാസത്തിൽ ഒരു മനുഷ്യൻ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ, ഒരു നല്ല കാര്യം ചെയ്താൽ അല്ലാഹു തആല അവന് നൽകുന്ന പ്രതിഫലം കണ്ടുകൊണ്ട് അല്ലാഹു തആല അവന് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രതിഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാം ഒരുപാട് നന്മകൾക്ക് വേണ്ടി മുൻപന്തിയിൽ നിന്നിരുന്ന, നാം ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്ന ഒരു സമയം നമുക്കുണ്ട് റമദാൻ മാസത്തിൽ. എന്നാൽ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, റമദാൻ മാസം കഴിഞ്ഞാൽ മറ്റുള്ള മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്ന് പറയുന്നത് അത് ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ ആണ് എന്നാണ്. എന്ന് വെച്ചാൽ റമദാൻ മാസത്തിൽ എത്രയേറെ ആവേശത്തോടു കൂടിയാണ്, എത്രയേറെ ആനന്ദത്തോടു കൂടിയാണ്, എത്രയേറെ ഉത്സാഹത്തോടു കൂടിയാണ് നാം ഇബാദത്തുകൾക്ക് സമയം കണ്ടെത്തിയത്. അതുപോലെ ഉത്സാഹിക്കേണ്ടുന്ന, അതിലേറെ അല്ലാഹു തആല അതുപോലെ നന്മകൾ ഒരു മനുഷ്യന് ചെയ്യുന്ന മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയുന്നു, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ് സത്യം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ മുഫസ്സിറാണ്, ഖുർആൻ വ്യാഖ്യാതാവാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞ ഈ 10 രാത്രികൾ അത് വിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങളാണ്. മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞു. അല്ലാഹു തആല സത്യം ചെയ്ത് പറയണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു പവിത്രത കാണണം. അല്ലാഹു തആല സത്യം ചെയ്തു പറഞ്ഞ ആ രാത്രികൾ, ആ ദിവസങ്ങൾ ആണ് ഇത്, ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അല്ലാഹു തആലയ്ക്ക് ഈ 10 ദിവസങ്ങൾ, ദുൽഹജ്ജിൻ്റെ ആദ്യ 10 ദിവസങ്ങൾ, നാം നിലകൊള്ളുന്ന 10 ദിവസങ്ങൾ, ഈ ദിവസത്തിൽ അല്ലാഹു തആലയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതിനേക്കാൾ മറ്റൊരു അമലും വേറെ സമയത്തില്ല. എന്ന് വച്ചാൽ ഈ സമയത്ത് നാം ചെയ്യുന്ന അമലുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ തഹ്ലീലുകൾ, നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങൾ, നമ്മുടെ ഖുർആൻ പാരായണങ്ങൾ, അങ്ങനെ സകലതും എല്ലാം അല്ലാഹു തആല പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന സമയം, അല്ലാഹു തആല പ്രത്യേക പരിഗണനയോടുകൂടെ ഈ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ അടിമ ചെയ്യുന്ന അമലുകളെ നോക്കിക്കാണുന്ന, എൻ്റെ അടിമ അല്ലാഹു തആല ബഹുമാനിച്ച ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ പ്രത്യേകം പ്രത്യേകം സ്വീകരിക്കുന്ന വളരെ മഹത്തമായ ദിവസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നബി തങ്ങൾ പറഞ്ഞു, മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ഈ 10 ദിവസത്തിൽ ഒരാൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ അല്ലാഹു തആലയ്ക്ക് അവനെ ഏറ്റവും വലിയ ഇഷ്ടമാണ്. അല്ലാഹു തആല എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്ന അമലുകളാണ്. ആ സമയത്ത് സഹാബാക്കൾ ചോദിക്കുകയാണ്, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം ഈ 10 ദിവസങ്ങളിലുണ്ടോ നബിയേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 10 ദിവസത്തിന്റെ മഹത്വം പറഞ്ഞപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, ഈ ലോകത്തെ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ നഫ്സ് കൊണ്ട്, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണല്ലോ ജിഹാദ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക, അള്ളാഹുവിൻ്റെ ദീൻ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുക. ആ പ്രവർത്തനത്തിനേക്കാൾ മഹത്തമായ സംഗതിയാണോ നബിയെ ഈ 10 ദിവസത്തെ പ്രവർത്തനങ്ങൾ എന്ന് സ്വഹാബാക്കൾ ചോദിച്ചപ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്നതിനേക്കാൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ സമയമാണ് സ്വഹാബാദുൽ ഹജ്ജിൻ്റെ ആദ്യ 10 ദിവസം. മുഅ്മിനീങ്ങളെ, ഒരാളുടെ ശരീരം കൊണ്ട് അവൻ്റെ സമ്പത്ത് കൊണ്ട്, അവൻ്റെ നാടിനെയും വീടിനെയും വിട്ടെറിഞ്ഞുകൊണ്ട്, അവൻ്റെ കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട്, അവൻ്റെ സമ്പത്ത് ഒഴിവാക്കിക്കൊണ്ട്, അവൻ്റെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുക, യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത്, ദീനിനു വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ അങ്ങേയറ്റം പ്രതിഫലം കാംക്ഷിക്കുന്ന, അങ്ങേയറ്റം അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന ആ സംഗതിയേക്കാൾ, ആ വലിയ അമലിനേക്കാൾ അല്ലാഹു തആല പ്രതിഫലം നിങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നാം നിലകൊള്ളുന്ന നമ്മുടെ സമയത്തിൻ്റെ വില അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം ഈ സമയത്ത് ചെയ്യുന്നൊരു സ്വതക്കയ്ക്ക് വലിയ പവറുണ്ട്. നാം ഓടുന്ന ഖുർആനിന് വലിയ മഹത്വമുണ്ട്. നാം നിസ്കരിക്കുന്ന റബ്ബിന് വേണ്ടി പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഏതൊരു സൽക്കർമ്മത്തിനും, ഏതൊരു പ്രവർത്തനത്തിനും അല്ലാഹു തആല ഈ സമയങ്ങളിൽ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് പ്രതിഫലം തരുമെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി 10 ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ നബി തങ്ങൾ പറഞ്ഞു, ഫാക്തിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ഈ 10 ദിവസങ്ങളിൽ അല്ലാഹു തആല പ്രതിഫലം നൽകാൻ വേണ്ടി പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട്, പ്രത്യേകമായി കണ്ടുകൊണ്ട് അല്ലാഹു തആല നിൽക്കുമ്പോൾ ഫഅക്തിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങൾ തഹ്ലീലുകൾ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ തഹ്ലീൽ എന്ന് പറയുന്നത്? നമ്മൾ പറയുന്നത് അഫ്ളൽ ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തഹ്ലീൽ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുന്നു, ഈ 10 ദിവസങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കേണ്ടുന്ന, ഏറ്റവും അധികം ചെല്ലേണ്ടുന്ന, ഏറ്റവും അധികം പറയേണ്ടുന്ന നിങ്ങളുടെ നാവുകൾ ദിക്റുകൾ കൊണ്ട് നനയേണ്ടുന്ന സംഗതിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ 10 ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റിനെ പറ്റി മഹാന്മാരൊക്കെയും പഠിപ്പിക്കുന്നത് അത് സ്വർഗത്തിലേക്കുള്ളൊരു താക്കോലാണ്. ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതുമായ ഒരു പ്രത്യേകമായ വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ദിക്റിനെയാണ് നിങ്ങൾ അധികരിപ്പിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിക്കുന്നത്. മിഫ്താഹുൽ ജന്നത്തി ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്.
സ്വർഗത്തിനൊരു താക്കോലുണ്ട്. ആ താക്കോൽ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ്. ഒരു ആരാധ്യനും ഈ ലോകത്തില്ല. ഞാൻ ഒന്നിന്റെ മുന്നിൽ കുമ്പിടുന്നുവെങ്കിൽ, ഞാനൊരു ആരാധ്യന്റെ മുന്നിൽ കുമ്പിടുന്നുവെങ്കിൽ അത് ഏക ആരാധ്യ അർഹനായ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന, അങ്ങനെ ഷഹാദത്ത് ചെയ്യുന്ന, അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഹദീസ് എന്ന് പറഞ്ഞപ്പോൾ മിഫ്താഹുൽ ജന്നതി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ വഹബ് ഇബ്നു മുനഹിബ് എന്ന് പറയുന്ന പ്രമുഖനായ താബിഇയോട് ആളുകൾ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് സ്വർഗത്തിലേക്കുള്ള താക്കോലല്ലേ? ആ താക്കോല് മാത്രം പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ നിസ്കരിക്കൊന്നും വേണ്ടേ, ഞങ്ങൾ നോമ്പെടുക്കൊന്നും വേണ്ടേ, വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമോ? അങ്ങനെ ചോദിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ സ്വർഗത്തിന്റെ താക്കോലാണെന്ന് മഹാനായ വഹബ് ഇബ്നു മുനഹ്ബിഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചത് സ്വർഗത്തിന്റെ താക്കോലല്ലേ? ബലാ വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ. അതേ, സ്വർഗത്തിലേക്കുള്ള താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് വഹബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു താക്കോല് കണ്ടിട്ടുണ്ടോ പല്ലുകളില്ലാത്ത? ആ താക്കോലിന്റെ പല്ലുകളില്ലാത്ത താക്കോല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബലാ വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു ഇൻസാൻ. താക്കോല് തുറക്കണമെങ്കിൽ അതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ള ഒരുപാട് പല്ലുകൾ കാണാൻ പറ്റും. ഫഇൻ ജിഇത ബിമിഫ്താഹിൻ ലഹു അസ്നാൻ ഫുതിഹ ലക്. നിങ്ങൾ ആ താക്കോലിന്റെ പല്ലുകളുമായി വരൂ, നിങ്ങൾക്ക് സ്വർഗം തുറക്കാം. എന്ന് വെച്ചാൽ ഈ താക്കോൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ താക്കോൽ അത് സ്വർഗത്തിന്റെ താക്കോലാണ്. ആ താക്കോലിന് ഒരുപാട് പല്ലുകൾ വേണം. ആ പല്ലുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ നിർബന്ധമായ നിസ്കാരങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗം കിട്ടുമോ? ഇല്ല. മറിച്ച് അല്ലാഹു തആല നിർബന്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഈ ദിക്റിന്റെ പല്ലുകൾ. ആ പല്ലുകളുമായി വരൂ എന്ന് വഹബ് തങ്ങൾ മഹാനായ പ്രമുഖനായ സ്വഹാബി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ 10 ദിവസങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ദിക്ർ നാം ഒരുപാട് അധികരിപ്പിക്കുക. അതുപോലെ അല്ലാഹു തആല നമുക്ക് നിർബന്ധമാക്കിയ, അല്ലാഹു തആല മോനെ നീ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നിനക്ക് നരകമുണ്ട് എന്ന് പറയുന്ന നിർബന്ധമായ അമലുകളാണല്ലോ നമ്മുടെ 5 നേരത്തെ നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ആ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുക. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ദിക്ർ അധികരിപ്പിക്കുക. അതാണ് വിശുദ്ധമായ സ്വർഗം തുറക്കാനുള്ള താക്കോൽ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അല്ലാഹു ഖദ് ഹറമ അലന്നാർ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരെങ്കിലും അല്ലാഹുവിൻ്റെ വജ്ഹ് പ്രതീക്ഷിച്ചുകൊണ്ട്, ആരെങ്കിലും അല്ലാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അല്ലാഹു ഖദ് ഹറമ അലന്നാർ, ആ മനുഷ്യന് അല്ലാഹു തആല നരകത്തെ ഹറാമാക്കി എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരാൾ ആത്മാർത്ഥമായി പടച്ചറബിനിക്ക് പ്രതിഫലം തരുമെന്ന പ്രതീക്ഷയോടുകൂടെ ആത്മാർത്ഥമായി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ നരകത്തെ നിഷിദ്ധമാക്കിയിരിക്കുന്നു. അവൻ നരകം അല്ലാഹു തആല കൊടുക്കൂല എന്നാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലാഹു തആല നിങ്ങൾക്ക് പ്രതിഫലം തരും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ 10 ദിവസങ്ങൾ, വിശുദ്ധമായ ലക്ഷോപലക്ഷം ഹാജിമാർ മക്കയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയം നമ്മുടെ നാട്ടിലാണ്. പക്ഷെ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹു തആലയുടെ കഅബയെ പ്രദക്ഷിണം ചെയ്യാൻ, അല്ലാഹു വലയം വെക്കാൻ വേണ്ടിയിട്ട്, അല്ലാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അവരുടെ സമ്പത്തും സമയവും ആരോഗ്യവും ചെലവാക്കിയിട്ട് വിശുദ്ധമായ മക്കയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യേകമായ മഹത്വമേറിയ സമയമാണിത്. നമ്മൾ ഇവിടെയാണുള്ളത്, നമുക്കും അതിൻ്റെ പ്രതിഫലങ്ങൾ കിട്ടണം.
ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഈ സമയം വല്ലാത്ത പ്രതിഫലത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ദിക്റുകൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തക്ബീറുകൾ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ വിശുദ്ധമായ അല്ലാഹുവിനെ അൽഹംദു പറയുന്ന, അല്ലാഹുവിനെ സ്തുതി പറയുന്ന അൽഹംദുലില്ലാഹ് നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്. അതുപോലെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസങ്ങൾ മഹത്വമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക, ആ ദിവസത്തിൽ നോമ്പുണ്ടാകും. പെരുന്നാളുകൾക്കില്ല, എന്നാൽ തന്നെയും റമദാൻ മാസം ഏറ്റവും അല്ലാഹു തആല പ്രതിഫലം നൽകുന്ന മാസമാണ്. ആ മാസം മുഴുവനും നോമ്പാണ്. അതുപോലെ മുഹറത്തിൻ്റെ 9ഉം 10ഉം പ്രത്യേകമായ പ്രതിഫലം അല്ലാഹു തആല തരുന്ന ദിവസമാണ്, അന്നും നോമ്പാണ്. അതുപോലെ അല്ലാഹു തആല പ്രത്യേകം സുന്നത്താക്കിയ പ്രത്യേകം പ്രതിഫലം നൽകുന്ന ഒരു മാസമാണ് ദുൽഹജ്ജിൻ്റെ 10 എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ 10 ദിവസത്തിലും നോമ്പ് നോൽക്കൽ, ഈ 9 ദിവസത്തിലും നോമ്പ് നോൽക്കൽ സുന്നത്തുണ്ട്, പ്രത്യേകം സുന്നത്തുണ്ട്. അതിൽ അറഫ ദിവസത്തിലെ നോമ്പിന് വലിയ പ്രതിഫലമുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ അസ്സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. എന്ന് വെച്ചാൽ അറഫ ദിവസത്തിൽ ഒരാൾ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ, മക്കയിൽ അറഫ നടക്കുമ്പോൾ, അറഫ സംഗമത്തിന് വേണ്ടി ഹാജിമാർ സംഗമിക്കുമ്പോൾ, ആ സമയത്ത് അല്ലാഹു തആല പ്രത്യേകം നോമ്പിനെ സുന്നത്താക്കി. ആർക്ക്? ഹജ്ജിന് പോകാത്തവർക്ക്. ഹജ്ജിന് പോകാതെ നാട്ടിൽ നിൽക്കുന്ന ആളുകൾ അറഫ സമയത്ത് നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അല്ലാഹു തആല നൽകുന്ന ഓഫർ എന്തെന്ന് വെച്ചാൽ, ഒരു വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും അവൻ്റെ തെറ്റുകുറ്റങ്ങൾ മുഴുവനും അല്ലാഹു തആല മായ്ച്ചു കളയുമെന്നാണ്. നമ്മുടെ പെരുന്നാൾ വരുന്നത് വ്യാഴാഴ്ച ദിവസത്തിലാണ്. വരുന്ന വ്യാഴാഴ്ച കൃത്യം 6ാമത്തെ ദിവസം നമുക്ക് പെരുന്നാൾ വരികയാണ്. അതിൻ്റെ തലേ ദിവസമാണ് അറഫ സംഭവിക്കുന്നത്. ആ അറഫ ബുധനാഴ്ച ദിവസത്തെ നോമ്പ് ആരും കളയാൻ പാടില്ല. കാരണം അന്നത്തെ നോമ്പിന് വല്ലാത്ത പ്രത്യേകതയുണ്ട്. അന്നത്തെ നോമ്പിന് അല്ലാഹു തആല വല്ലാത്ത പ്രതിഫലം നൽകുന്നുണ്ട്. എന്തെന്നാൽ ഒരാൾ അന്നത്തെ നോമ്പ് ആത്മാർത്ഥമായി നോറ്റ് കഴിഞ്ഞാൽ അല്ലാഹു തആല അവന് കൊടുക്കുന്ന പ്രതിഫലം, ഓഫർ, വാഗ്ദാനം എന്ന് പറയുന്നത്, അവൻ കഴിഞ്ഞു പോയ വർഷത്തിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, ചെറിയ ചെറിയ തെറ്റുകൾ, അതെല്ലാം അല്ലാഹു തആല മായ്ച്ചു കളയുന്നു. അതേസമയം അതുമാത്രമല്ല, അടുത്ത വരാനിരിക്കുന്ന വർഷം ഒരാൾ എന്തൊക്കെ തെറ്റ് ചെയ്യുമോ അതിൽ നിന്നെല്ലാം അല്ലാഹു തആല അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഇനി അഥവാ അവൻ തെറ്റുകൾ ചെയ്തു പോയാൽ ആ തെറ്റുകളെ അല്ലാഹു തആല മായ്ച്ചു കളയുമെന്നാണ്. അങ്ങനെ പ്രതിഫലം നൽകുന്ന വല്ലാത്ത മഹത്വമേറിയ നോമ്പാണ് വരുന്ന ബുധനാഴ്ച വരുന്ന അറഫയുടെ നോമ്പ് എന്ന് പറയുന്നത്. അതാരും കളയാൻ പാടില്ല. ആരോഗ്യമുള്ള എല്ലാ ആളുകളും വീട്ടുകാരോടൊപ്പം തന്നെ ആ നോമ്പ് നോൽക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരൊറ്റ പകല് കൊണ്ട് 14 മണിക്കൂറുകൾ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമ്മൾ പട്ടിണി കിടക്കുമ്പോൾ, അല്ലാഹു തആലയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് അല്ലാഹു തആല നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് 730 ദിവസം. 2 വർഷം നിങ്ങൾ എന്തൊക്കെ തെറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം അല്ലാഹു തആല പുറത്തു തരാമെന്നുള്ളൊരു ഓഫറാണ്. ഇതിൽ മുഫസ്സിരീങ്ങൾ, ഇതിൽ ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, മുഹദ്ദിസീങ്ങൾ പറയുന്നുണ്ട്, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഈ നോമ്പ് നോൽക്കാൻ ഒരാൾക്ക് തൗഫീഖ് കിട്ടിയാൽ, നല്ലതുപോലെ നോമ്പ് മുറിയാത്ത കാര്യങ്ങളൊന്നുമില്ലാതെ ഒരാൾ ഈ നോമ്പ് നോറ്റ് കഴിഞ്ഞാൽ അവൻ 1 വർഷം കൂടി ആയുസ് കിട്ടുമെന്നാണ്. കാരണം 2 വർഷത്തെ തെറ്റുകൾ അല്ലാഹു തആല പൊറുക്കുമെന്നാണ് അല്ലാഹുവിൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് അടുത്ത വർഷത്തിൻ്റെ ഇടയിൽ ഇവൻ മരിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഈ വർഷം കൂടി ജീവിച്ചാലല്ലേ ഇവൻ്റെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരികയുള്ളൂ. അതുകൊണ്ട് അന്നത്തെ നോമ്പ് വല്ലാത്ത പ്രതിഫലമുള്ള നോമ്പാണ്.
അതുകൊണ്ട് അന്നത്തെ നോമ്പ് എല്ലാവരും നോൽക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് ഈ 10 ദിവസങ്ങളെ വല്ലാതെ സാധാരണ ദിവസത്തെക്കാളും ആദരിച്ചുകൊണ്ട് ഖുർആൻ ഒരു ദിവസം 5 പേജ് ഓതുന്ന ആൾ ഈ ദിവസങ്ങളിൽ 10 പേജ് ഓതുക. സുന്നത്ത് നിസ്കാരങ്ങൾ കുറച്ച് നിസ്കരിക്കുന്ന അയാൾ ഈ ദിവസങ്ങളിൽ ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുക. അങ്ങനെ തുടങ്ങി 10 രൂപ സ്വതക്ക ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ ഈ ദിവസങ്ങളിൽ 20 രൂപയാക്കി ഇരട്ടിയായിട്ട് സ്വതക്ക ചെയ്യുക. അങ്ങനെ ഈ ദിവസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഒരാൾ വളരെയേറെ ബഹുമാനത്തോടുകൂടെ ഈ ദിവസങ്ങളെ പരിഗണിച്ചു കഴിഞ്ഞാൽ അല്ലാഹു തആല അവൻ്റെ സമയത്തിന് വല്ലാത്ത ബറക്കത്ത് നൽകും, അവൻ്റെ സമ്പത്തിന് വല്ലാത്ത ബറക്കത്ത് നൽകും, അവൻ്റെ ആരോഗ്യത്തിന് അല്ലാഹു തആല വല്ലാത്ത ബറക്കത്ത് നൽകും. പടച്ചവനെ ആര് പരിഗണിക്കുന്നുവോ അവന് അല്ലാഹു തആല പ്രത്യേകം പരിഗണന കൊടുക്കുമെന്നാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ഒരു ചാണെടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തആല അതിലേറെ അവനിലേക്ക് അടുക്കുമെന്നാണ് ഹദീസ്. പ്രിയപ്പെട്ടവരെ, ഈ 10 ദിവസങ്ങളെ ബഹുമാനിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പെരുന്നാൾ നിസ്കാരം കൃത്യം അടുത്ത വ്യാഴാഴ്ച 8:30 എന്ന് കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യം 8:30 മുമ്പ് തന്നെ 8 മണിക്ക് എല്ലാവരും വന്ന് തക്ബീറുകൾ ചൊല്ലി അല്ലാഹു തആലയുടെ അന്നത്തെ ദിവസം പെരുന്നാൾ ദിവസം വലിയ മഹത്വമുള്ള ദിവസമാണ്. നേരത്തെ പറഞ്ഞു, മഹത്വമുള്ള എല്ലാ ദിവസത്തിലും അല്ലാഹു തആല നോമ്പ് വച്ചിട്ടുണ്ട്. അതുപോലെ വളരെയേറെ മഹത്വം കാംക്ഷിക്കുന്ന, വളരെയേറെ മഹത്വം വെച്ചിട്ടുള്ള 2 ദിവസങ്ങളിൽ അല്ലാഹു തആല നോമ്പ് ഒഴിവാക്കിയിട്ടുമുണ്ട്. അതാണ് 2 പെരുന്നാളിൻ്റെ ദിവസങ്ങൾ. ആ 2 പെരുന്നാൾ ദിവസം അടുത്ത വ്യാഴാഴ്ച വരുമ്പോൾ എല്ലാവരും വളരെ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല അത്തറൊക്കെ പൂശി അല്ലാഹു തആല പറയും, അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ച ഒരുപാട് സുന്നത്തുകളൊക്കെ ഉണ്ട്. ആ സുന്നത്തുകൾ പുതിയ വസ്ത്രം ധരിക്കലും അത്തറ പൂശലും പുതിയ വസ്ത്രം മേടിച്ചു കൊടുക്കലും അതുപോലെ കുടുംബ ബന്ധങ്ങൾ ചേർത്തലും അങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തുകളൊക്കെയും എടുക്കണമെന്നറിയിക്കുകയാണ്. 8:30 നിസ്കാരം ആരംഭിക്കും. എല്ലാവരും അതിനു മുമ്പ് തന്നെ പെരുന്നാൾ ദിവസം എത്തിച്ചേരണമെന്നറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഹിയ്യത്ത് കർമ്മം നടക്കുന്നത് വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലർച്ചെ തഹജ്ജുദിൻ്റെ സമയത്താണ്. എന്ന് വെച്ചാൽ സുബഹിക്ക് തൊട്ട് മുന്നുള്ള സമയം 4 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ഹിയ്യത്ത് കർമ്മം നടക്കും. അതിൽ ഷെയർ മേടിച്ചിട്ടുള്ള, ഷെയർ പറഞ്ഞിട്ടുള്ള ആളുകൾ നിർബന്ധമായും ഉദ്ഹിയ്യത്തിൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ മറ്റാളുകളൊക്കെയും ആ വലിയ സൽക്കർമ്മത്തിലേക്ക് പങ്കാളികളാകണമെന്നും അതുപോലെ ആ സൽക്കർമ്മം നടക്കുന്ന സമയത്ത് സന്നിധരാകണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. അറവ് കഴിഞ്ഞാൽ അതിൻ്റെ മാംസ വിതരണം വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് 2 മണി മുതൽ 3 മണി വരെയാണ് എന്ന് കമ്മിറ്റി അറിയിക്കുന്നുണ്ട്. നമ്മുടെ മഹലിൻ്റെ പാസ്ബുക്കുമായി എല്ലാവരും 2 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് ആ ഉദ്ഹിയ്യത്തിൻ്റെ ഭക്ഷണം ഇറച്ചി മേടിക്കാൻ വേണ്ടി വരണമെന്നും അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാവിധ രോഗങ്ങൾക്കും ആജിലായ കാമിലായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകം ഒരു സഹോദരൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ നമ്മുടെ ഈ മഹലിൽ താമസിക്കുന്ന ഷാനവാസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഓപ്പറേഷൻ നാളെ വിധേയമാവുകയാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് ഈ സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന് വല്ലാത്ത ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും അത്തരമുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല ആജിലായ കാമിലായ സലാമത്തും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹിൽ ഹലീമിൽ ഗഫൂർ مدبر الأمور أحمده على كل مقدور وأشهد أن لا إله إلا الله وحده لا شريك له شهادة تنجي قائلها من ظلمات القبور وأشهد أن سيدنا محمدا عبده ورسوله أقام منار الإسلام بعد الدثور صلى الله وسلم على سيدنا محمد وعلى آله وصحابه صلاة وسلاما دائمين متلازمين إلى يوم البعث والنشور. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله وافعلوا ما أمركم الله وانتهوا عما نهاكم الله
الله في كل وقت وزمان تفوزوا بالجنة هي دار السرور ولا تغتروا بزهرة الدنيا فما الحياة الدنيا إلا متاع الغرور وأطعموا الطعام وصلوا الأرحام وقوموا بالليل لا سيما وقت السحور وبادروا فما فرض عليكم قبل أن تكونوا من أصحاب القبور وعزموا على الرحيل إن استطعتم إلى الحج المبرور والحج المبرور ليس له جزاء إلا الجنة في يوم النشور والحج والعمرة ينفقان الذنوب والفتور ويورثان النور والسرور ويوجبان الرضا والجنة وهي دار الحبور من حج لله فلم يرفث ولم يفسق رجع كيوم ولدته أمه كما علم شفيع المذنبين يوم النشور عباد الله أتموا الحج لله فإنه شفاء لما في الصدور قال النبي صلى الله عليه وسلم العمرة إلى العمرة كفارة لما بينهما جعلنا الله وإياكم من الفائزين الآمنين وأدخلنا وإياكم في عباده الصالحين إن أحسن قصص المؤمنين كلام الله رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين صدق الله العلي العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدا عبده ورسوله وأشرف مولود صلى الله وسلم على سيدنا محمد وعلى آله ما سبح ملكه في سجود أما بعد فيا أيها الناس اتقوا الله حق تقاته وبالغوا إلى أداء المفترضات واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيها بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الأسباب ونبع من بين أصابعه الماء اللهم ارفع أشرف الخلفاء الراشدين وأفضل الأمراء المرشدين
وهو الإمام الشفيع أفضل البشر بعد الأنبياء على التحقيق أمير المؤمنين أبو بكر الصديق. اللهم عن الإمام المعظم في الصحابة منور المسجد والمنبر والمحراب أمير المؤمنين عمر بن الخطاب. اللهم عن سيد الأخدان حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم عن ظهير العجائب إمام المشارق والمغارب أمير المؤمنين علي بن أبي طالب. اللهم عن من يبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا وأساتذتنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس الكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أستغفر الله العظيم لي ولكم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله